ഹായ് ഹലോ നമസ്കാരം. രാധാമണിയമ്മയുടെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി സാധനമാണ്. ഇന്ന് അമ്മയുടെ ഗാർഡൻ ഒന്ന് കാണിക്കാം. ഗാർഡന് പല ദിവസങ്ങളായിട്ട് ഞാൻ ഇനി ഓരോ പ്ലാന്റിനെ കുറിച്ചും വീഡിയോകൾ ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് അമ്മ ചെയ്യാൻ പോകുന്നത് അഡീനിയം പ്ലാന്റ് ആണ്. ഇത് എങ്ങനെയാണ് നടുന്നത്, ഇതിൻ്റെ എനിക്ക് എങ്ങനെ ഇത് കിട്ടി ആദ്യമായിട്ട് എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അമ്മയുടെ ചാനൽ ഇനി മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പോകൂ. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ അഡീനിയം തൈയാണ് അമ്മയ്ക്ക് ആദ്യമായിട്ട് കിട്ടിയത് കേട്ടോ. അത് ആലപ്പുഴ അമ്മ പോകുന്ന സമയത്ത് അമ്മയുടെ കണ്ണിൽപ്പെട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് അമ്മ കറയിൽ നിന്ന് നിർത്തി മേടിച്ചതാണ് ഈ ചെടി. വെറും 250 രൂപയ്ക്ക് 2 മൂട് അമ്മയ്ക്ക് കിട്ടി. അപ്പോൾ ഇപ്പോൾ അത് അമ്മ കോതി നിർത്തിയേക്കുവാണേ. ആൻറ്റി ഫംഗലൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അമ്മ പൗഡർ നനച്ച് അതിൻ്റെ അറ്റത്ത് തണ്ടിൻ്റെ അറ്റത്തായിട്ട് ഇട്ടേക്കുകയാണ്. അപ്പോൾ ഈ 2 മൂടിൽ നിന്ന് ഇന്ന് അമ്മയ്ക്ക് ഒരു 10-12 മൂട് ആക്കി എടുത്തിട്ടുണ്ട്. അതിവിടെ ഇങ്ങനെ അമ്മ നിരത്തി നിർത്തിയേക്കുന്നുണ്ട്. അപ്പം ഒരു 3 കളറ് കാണും അമ്മയുടെ കൈവശം. ഒരു ഡാർക്ക് പിങ്ക്, പിന്നെ ഒരു ലൈറ്റ് പിങ്ക്, പിന്നെ ഇതിനെക്കാട്ടി ഒരു ഡാർക്ക് പിങ്ക് പോലത്തെ ഒന്നുകൂടെ ഉണ്ട്. അത് അമ്മ ഇപ്പം കോതി നിർത്തിയേക്കുകയാണ്. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ കോതി നിർത്തുകയാണെങ്കിൽ നല്ല ഫ്ലവർ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ അമ്മ കോതി നിർത്തിയതിന് ശേഷം വന്ന ഫ്ലവറുകളാണ്. ഇനി അത് പോകെ പോകെ ഞങ്ങൾ കാണിക്കാം. അപ്പോൾ പിന്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ വേരിൻ്റെ ഭാഗത്ത് കണ്ടോ, കോഡെക്സ് എന്ന് പറയും. ഇതിൻ്റെ വളർച്ച അനുസരിച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം അമ്മയുടെ ഇപ്പോൾ 2-3 ഈ അഡീനിയം പ്ലാന്റ് ഇതുപോലെ നല്ല കട്ടിയുള്ള വേര് ഭാഗമൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പം കോതി വിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്ലവർ വന്നായിരുന്നു. അത് പൊഴിഞ്ഞു പോയിട്ട് വീണ്ടും 2 മൊട്ടുകൾ വന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അമ്മ ഒരു ഷോട്ട് ഇട്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് പൂവ്. പിന്നെ അതുപോലെ ഇത് നമ്മൾക്ക് വലിയ പാടൊന്നുമില്ല ഈ പ്ലാന്റ് ചെയ്യാൻ തന്നെ. ഇതിന് വലിയ വെള്ളമൊന്നും വേണ്ടാത്ത കൊണ്ട് ചെറുതായിട്ട് വെള്ളം 3-4 ദിവസം കൂടുമ്പം നമ്മുടെ ചട്ടി ഉണങ്ങിയെന്ന് തോന്നുമ്പം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് ഇത് നമുക്ക് നല്ലതാണ് വീട്ടിൽ വളർത്താൻ. പിന്നെ ഇടയ്ക്ക് നമ്മുടെ പ്ലാന്റിന് നല്ല പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടി അമ്മ ഇടയ്ക്കിടയ്ക്ക് വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടി അമ്മ മിക്സ് ചെയ്ത് നിർത്താറുണ്ട്. അപ്പം ഇതൊരു 3-4 ദിവസത്തിന് മുമ്പ് അമ്മ ചെയ്തതാണ്. അപ്പം കുറച്ച് കഴിയുമ്പം നല്ലതായിട്ട് ഫ്ലവർ കിട്ടും. അപ്പോൾ അതൊക്കെ ഒരു ടിപ്പാണേ. ഈ പ്ലാന്റ് ഈ ഒരു തൈയും നമ്മൾ ആദ്യമായിട്ട് മേടിച്ച കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ അതാണെങ്കിൽ ഒരു കേട് വന്നിട്ട് ഇത് പോയായിരുന്നു. എന്നിട്ട് പിന്നെ എല്ലാം ഒന്ന് മുറിച്ച് നിർത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പൊട്ടി അതിന് വരാൻ തുടങ്ങി. കണ്ടോ, അത് വീണ്ടും നാമ്പ് വന്നിട്ട് കിളിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മൂട്ടി കുറച്ച് 2-3 തൈകളും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അരി വീണ് കിളുത്തതായിരിക്കും. 2-3 തൈകളുണ്ട്. പിന്നെ ഇതിൻ്റെ അരിയൊക്കെ ഇനി ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ വീഡിയോയിൽ കാണിക്കാമേ, അത് എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം അമ്മ ഒരു തൈ നട്ട് കാണിക്കുക, ഇതെങ്ങനെയാണ് നടുന്നതെന്ന്. ഇത് അമ്മയ്ക്ക് ഈയിടെ അതേന്ന് ഒരു അരി കിട്ടിയപ്പോൾ അമ്മ പാകിയപ്പോൾ ഒരു 3-4 തൈ കിളിച്ചായിരുന്നു. അതിലൊരു തൈയായത്. ഇപ്പോൾ ഈ തൈ ഇതൊരു തൈയാണ്. നമുക്കിതെങ്ങനെ നടുന്നതെന്ന് നോക്കാം. ഈ തൈ നടാൻ നമുക്കിപ്പോൾ വലിയ പാത്രം വേണ്ട. ഈ ഒരു കൊച്ചു പാത്രത്തിൽ അമ്മ തന്നെ ഇതുപോലെ ഒരു കൊച്ചു പാത്രത്തിലാണ് ഇത് നടുന്നത്. ഇത് ഇച്ചിരി കൂടെ വലുതായി കഴിയുമ്പോൾ നമുക്ക് വലിയൊരു പാത്രം അന്നേരം മാറ്റി നട്ടാൽ മതി. അമ്മ ഇപ്പം ചാണകപ്പൊടി ഇതിനകത്തിട്ടു. കുറച്ച് മണൽ പോലുള്ള മണ്ണാണ്. അത് നമുക്ക് നിരത്തിയിട്ട് ചാണകപ്പൊടി ഏറ്റവും നല്ലതാണ് ഇതിന്. ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ നടേണ്ടത്. ഇപ്പം അമ്മ തൈ ആയതുകൊണ്ട് ഈ ചാണകപ്പൊടിയും
പിന്നെ ഈ മണലും കൂടെ മാത്രം കൂട്ടി നടുവാണ്. പിന്നെ ഈ ചട്ടി ഇത് ഇച്ചിരി കൂടെ വളരുമ്പോഴത്തേനും ഒരു വലിയൊരു ബേസം പോലെ ഒരു ചട്ടി വാങ്ങിച്ച് നമുക്ക് അതിനകത്ത് നടാം. ഇപ്പം അമ്മ നട്ട് കാണിക്കുക ഇതെങ്ങനെയാന്ന്. ഇത്രയേ ഉള്ളൂ നമുക്ക് നടുന്നതിന്. ഇനി നമ്മൾ ഇച്ചിരി ആൻറ്റി ഫംഗൽ ആണെങ്കിൽ കലക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ മൂട്ടിലായിട്ട് ഇച്ചിരി അകത്തി ഒഴിച്ചു കൊടുക്കാം. കേടുകളൊന്നും വരാതിരിക്കാനാണ് ഇതൊഴിക്കുന്നത്. നമ്മൾ തൈ നട്ടു. ഇനിയും ഇതിന്റെ വളർച്ചയും കാര്യങ്ങളും ഒക്കെ മുന്നോട്ടുള്ള വീഡിയോയിൽ കാണിച്ചു തരാമേ. അതുപോലെ തന്നെ അതിന്റെ വിത്ത് ഉണ്ടാകുമ്പോൾ അതും എങ്ങനെയാ നടുന്നതെന്ന് ഇനി അമ്മ ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് ഈ അഡീനിയം ചെടി എല്ലാവരും കിട്ടുകയാണെങ്കിൽ പ്ലാൻ ചെയ്യാൻ നോക്കണം. കാരണം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ദിവസവും നല്ല പൂക്കൾ നമുക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയറും ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിനൊക്കെ. എന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് ഇത് തുടർന്നു പോകാൻ കഴിയുകയുള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ഓൾ നോട്ടിഫിക്കേഷനിലും പ്രസ് ചെയ്യണം. ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.